നമ്മൾ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആ കസ്റ്റമറിന് വേണ്ട 5 ക്വാളിറ്റീസ് ഉണ്ട്. 5 ക്വാളിറ്റീസ് ഉണ്ട്. ഈ 5 ക്വാളിറ്റീസ് മീറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ മാത്രമേ നമ്മൾ ഓൺബോർഡ് ചെയ്യുള്ളൂ. അവരെ മാത്രമേ നമ്മൾ സർവീസും ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? അതിൽ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലോങ് ടൈം ഗോൾ ഉണ്ടായിരിക്കണം. ലോങ് ടൈം ഗോൾ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ രഞ്ജിനി ഇപ്പൊ 4:30 ആകുമ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. രഞ്ജിനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിനിക്ക് അറിയാൻ പാടില്ല എങ്ങോട്ട് പോകണമെന്ന്. അതായത് ഇങ്ങോട്ട് പോയ സമയത്ത് ഒരു ബസ് കണ്ട് കൈ കാണിച്ച് നിർത്തി അതിലേക്ക് കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ബസ് കാക്കനാടേക്ക് പോകുന്ന ബസ്സാണെന്ന്. അവിടെ ഇറങ്ങി. അതിനുശേഷം അടുത്തൊരു ബസ് കണ്ടു. ആ ബസ്സിനെ കൈ കാണിച്ചു. ഇങ്ങനെ ബസ് കാണിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രഞ്ജിനി എല്ലായിടത്തും എത്തും. ഒരു സ്ഥലത്തും രഞ്ജിനി എത്തില്ല. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാത്ത ഒരു കസ്റ്റമറെ നമ്മൾ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ എവിടെ എത്തിക്കുന്നതാണ് വിചാരിക്കണം. ഒരു സ്ഥലത്തും എത്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കസ്റ്റമർ ഓൺബോർഡ് ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകം അവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളും കൂടി സഹായിച്ചിട്ട് അവർക്ക് ഒരു ലക്ഷ്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് അവർക്ക് വേണ്ട ഒരു കാര്യമാണ് ട്രസ്റ്റ്, വിശ്വാസം. ഇപ്പൊ സപ്പോസ് ഇപ്പൊ രഞ്ജിത്ത് ഇപ്പൊ ഒരു ഡോക്ടറാണ് എന്ന് വിചാരിച്ചു. അതായത് ഡോക്ടർ രഞ്ജിനി ഒരു രോഗിയാണ്. അതായത് ഒരു അസുഖം വന്നു. രഞ്ജിനി ഇങ്ങോട്ട് വന്ന് രഞ്ജിത്തിനെ കാണാൻ വേണ്ടി വന്നേടാൻ. പക്ഷെ രഞ്ജിത്തിന് ഒട്ടും വിശ്വാസമില്ല. ഇദ്ദേഹം എത്ര വലിയ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും രഞ്ജിനിയുടെ അസുഖം മാറില്ല. കാരണം ഏറ്റവും അത്യാവശ്യമായിട്ട് മെഡിസിനേക്കാൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്തുട്ടാണ്? ട്രസ്റ്റ്, വിശ്വാസം. ഈ ഡോക്ടറിന് വിശ്വാസം ഉണ്ടാവണം. അപ്പൊ ഇതുപോലെ തന്നെ നമ്മളിലേക്ക് ഓൺബോർഡ് ചെയ്യുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ ഒട്ടും വിശ്വാസമില്ല. അങ്ങനത്തെ ഒരു കസ്റ്റമറെ അവരുടെ ലൈഫിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്കാരന് സംശയമാണ്. അങ്ങനത്തെ ഒരു കസ്റ്റമറുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു കാരണവശാലും അവരെ നമുക്ക് സഹായിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ഇല്ലാത്ത ഒരു കസ്റ്റമറെ നമുക്ക് വേണ്ട. ഇനി മൂന്നാമതായിട്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ട മറ്റൊരു ഇതാണ് കോച്ചബിലിറ്റി. ഈ ഒരു കേസിൽ തന്നെ പറയാം. അതായത് ഡോക്ടർ രഞ്ജിത്തിനെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ രഞ്ജിത്ത് ഇന്ന മെഡിസിൻ, ഇന്ന വൈറ്റമിൻ, ഇന്ന സംഭവം ഇതെല്ലാം കഴിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ രഞ്ജിനി പറഞ്ഞു, ഈ മെഡിസിൻ അല്ല വേണ്ടത്, ഇല്ല ആ മറ്റേ മെഡിസിൻ ആണ് വേണ്ടത്. അതായത് ഈ പറഞ്ഞ ഡോക്ടറിനെ മൊത്തം രഞ്ജിനി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഡോക്ടറിന് രഞ്ജിനെ ചികിത്സിക്കാൻ പറ്റില്ല. കാരണം രഞ്ജിനിക്ക് ഈ പറഞ്ഞ നോളജ് ഉണ്ടെങ്കിൽ പിന്നെ രഞ്ജിനി അവനവനെ ചികിത്സിച്ചാൽ പോരെ, എന്തിനും ഇങ്ങോട്ട് വന്ന. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കോച്ചബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് അവരുടെ ലൈഫിൽ അവരെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കുക എന്നതാണ് നമ്മളെ ദൗത്യം. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവണം. ഈ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ ഓൺബോർഡ് ചെയ്യുന്നതെങ്കിൽ അവരിപ്പോ നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അംഗീകരിക്കണം. അല്ല എല്ലാത്തിനും ഇപ്പൊ ഒരു കോച്ചബിലിറ്റിയും ഇല്ല. അങ്ങനത്തെ ഒരു കസ്റ്റമറെ നമ്മൾ ഓൺബോർഡ് ചെയ്തിട്ട് അവരെ സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കസ്റ്റമറെ നമുക്ക് വേണ്ട. ഇനി നാലാമത്തെ ഒരു ക്വാളിറ്റി, ഇപ്പൊ കസ്റ്റമറിനുണ്ടായ ഒരു നാലാമത്തെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് വേണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമറെ അവരുടെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മൾ കസ്റ്റമറെ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ അതുപോലെ തന്നെ കസ്റ്റമർ നമ്മളോടും റെസ്പെക്ട് ചെയ്യണം. നമ്മൾ ആരുടെ അടിമകളൊന്നും അല്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു കസ്റ്റമറെ ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞു, ഒരു ക്ലയന്റ് 5000 രൂപ തുടങ്ങിയ വ്യക്തിക്ക് ഇപ്പൊ നിലവിൽ ഏകദേശം ഒരു 1 കോടി രൂപയോളം അസറ്റായി. ഇനി 10 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു 3.5 കോടി രൂപയുടെ അസറ്റ് എങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഈ കസ്റ്റമറിനെ നമ്മളെ കാര്യം ഇതനുസരിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് കസ്റ്റമറിനാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത്, നമുക്കാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത്. കസ്റ്റമറിനാണ്.
അപ്പൊ നമ്മൾ പറഞ്ഞ് അവരെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്തിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ സഹായിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ റെസ്പെക്ട് ചെയ്യാത്ത ഒരു കസ്റ്റമറെ നമുക്ക് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടും അവർ റെസ്പെക്ട് ചെയ്യാൻ അവർ ചെയ്യണം. അങ്ങനത്തെ കസ്റ്റമർ മതി. ഇനി 5ാമത്തെ ക്രൈറ്റീരിയ ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ. അതായത് 2035 മിനിമം 1 കോടി മുതൽ ഒരു 100 കോടി വരെ നിക്ഷേപം കണ്ടെത്തി കൊടുക്കുന്നതിന് സഹായിക്കാൻ സാധിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് ഗ്ലോബൽ മലയാളീസ് ആണ്, അതിൽ തന്നെ ഗൾഫ് മലയാളീസ് ആണ്. പിന്നെ അടുത്തതായിട്ട് നമ്മളെ സംബന്ധിച്ച് 2035 1 കോടി മുതൽ ഒരു 100 കോടി വരെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആൾക്കാർ. ഇപ്പൊ ഗൾഫിലുള്ള എല്ലാവരും നമ്മൾ സർവീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ലോകമെമ്പാടുമുള്ള എല്ലാവരും സർവീസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. 2035 1 കോടി മുതൽ 100 കോടി വരെ അസറ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കാൻ സാധിക്കുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു 30,000 രൂപയെങ്കിലും ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ 30,000 മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര രൂപ വരുമാനമാണ്? 1,00,000 രൂപയെങ്കിലും പെർ മന്ത് വരുമാനം ഉള്ള വ്യക്തികൾക്ക് ഒരു 30,000 റുപ്പീസ് ഒക്കെ മന്ത്ലി മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വർഷം ഇപ്പൊ ഒരു 30,000 രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ അടുത്ത വർഷം എന്ത് സംഭവിക്കും? ഇനി 9 വർഷമുള്ളൂ. അപ്പൊ നമ്മള് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ 5 ക്രൈറ്റീരിയ, ഒന്ന് ലോങ് ടൈം ഗോൾ ഉണ്ടായിരിക്കണം, രണ്ടാമത് ആ കസ്റ്റമറിന് നമ്മളോട് വിശ്വാസം ഉണ്ടാകണം, മൂന്നാമതായിട്ട് കോച്ചബിലിറ്റി ഉണ്ടാകണം, നാലാമതായിട്ട് മ്യൂച്വൽ റെസ്പെക്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ടായിരിക്കണം, അഞ്ചാമതായിട്ട് നമ്മളുടേതായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ നമ്മൾ ഒരു പ്രീമിയം സർവീസാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ നമ്മളെല്ലാവരും വളരെ ആരാധനയോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് രത്തൻ ടാറ്റ, അല്ലെ? ഈ രത്തൻ ടാറ്റയുടെ ഹോട്ടലാണ് താജ്, ശരിയല്ലേ? താജ് അദ്ദേഹത്തിന്റെ ഹോട്ടലാണ്. ഈ രത്തൻ ടാറ്റ ഭയങ്കര കാരുണ്യപ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. ഇദ്ദേഹം താജിലത്തെ ഒരു കോഫി 15 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ താജിന്റെ അവസ്ഥ? കൂട്ടിപ്പോവും. കാരണം അവരെ സംബന്ധിച്ച് ഈ തട്ടുകടയിൽ വെക്കുന്ന അവർ വേറെ എക്സ്പെൻസ് ഇല്ല. പക്ഷെ താജ് എന്ന് പറഞ്ഞൊരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് ഈ 15 രൂപയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ 400 രൂപ 300 രൂപ 500 രൂപയൊക്കെ ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതിന് വരുന്ന കോസ്റ്റാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സാധാരണ ഒരു തട്ടുകടയിൽ 1000 പേര് വന്ന് കാപ്പി കുടിക്കുമെങ്കിൽ ഇവിടെ ചിലപ്പോൾ 15-20 പേരായിരിക്കും വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ കൊണ്ടുപോയി ചാരിറ്റി ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ബിസിനസ്സിൽ കൊണ്ടുപോയി ചാരിറ്റി ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ആ ബിസിനസ് പൂട്ടിപ്പോകും. ആ ബിസിനസ് പിന്നെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ രത്തൻ ടാറ്റ ആണെങ്കിൽ ആര് നോക്കി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ 65% അദ്ദേഹം ഇവ ട്രസ്റ്റിന് വേണ്ടി, ടാറ്റ ട്രസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ബിസിനസ്സിൽ കൊണ്ടുപോയി ചാരിറ്റി ചെയ്യുന്നില്ല. ബിസിനസ്സിലൂടെ ഏൺ ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു? ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പോളിസി അത് തന്നെ. നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുപോയി ചാരിറ്റി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ബിസിനസ്സിലൂടെ നമ്മൾ വരുമാനം ഉണ്ടാക്കി അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ 25% തുക വരെ നമ്മൾ ഗിവൺ ബാക്ക് ആയിട്ട് സമൂഹത്തിന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ സമയത്തിന്റെ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്, എന്റെ സമയം ഞാൻ വിനിയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് വീഡിയോ, വെബിനാറുകൾ, പിന്നെ അതോടൊപ്പം തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പിന്നെ ഓർഗനൈസേഷൻ സിസ്റ്റമൈസേഷൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. വെബിനാറുകൾ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. എന്റെ സമയത്തിന്റെ മേജർ പോർഷനും നമ്മൾ സൗജന്യമായിട്ട്, കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ മറച്ചു വെക്കുന്നില്ല. പക്ഷെ അവരെ പേഴ്സണലൈസ് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല. അവർ എവിടെയെങ്കിലും ചെന്ന് അവർ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അവരുടെ ലൈഫിൽ അവരെ ചേഞ്ചസ് കൊണ്ടുവന്നോട്ടെ. നമ്മളുടെ പേഴ്സണലൈസ് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ, ഈ 5 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് പേഴ്സണലൈസ് സർവീസ് കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ.